എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എന്നല്ല പറയുക, ഉദകമണ്ഡലം എന്നാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. എന്തായാലും ഞങ്ങളൊരു യാത്ര പോയിട്ട് വരാം ട്രെയിനിൽ, വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ. ഈ സ്റ്റേഷനിൽ എത്തിയ പാടും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കിലുക്കം മൂവിയാണ്. മോഹൻലാൽ, ജഗതി, ഇന്നസെൻ്റ്, തിലകൻ, രേവതി എന്നിവർ തകർത്തഭിനയിച്ചൊരു മൂവിയാണ്. എനിക്ക് ട്രെയിന് വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ മൂവിയാണ്. Welcome, welcome. Your dream in meets honeymoon cottages, 5-star, 3-star accommodation, rooms available at cheap. ഊട്ടിയിൽ നിന്ന് കിലുക്കം മാത്രമല്ല, ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ്റെ ഒരു പാട്ട് സീന് നമുക്ക് മറക്കാൻ പറ്റില്ല, അതും ഇവിടുന്ന് ഷൂട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തെയും ഊട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടിയാണ് ഊട്ടി റെയിൽപാത അഥവാ നീലഗിരി മലയോര റെയിൽപാത. പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ചരിവുകളിലൂടെയാണ് ഈ തീവണ്ടിപ്പാത കടന്നുപോകുന്നത്. അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോ 2005 ഈ മലയോര തീവണ്ടിയെ പൈതൃക പട്ടികപ്പെടുത്തി സംരക്ഷിക്കുന്നതിനാൽ ഈ തീവണ്ടി പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഊട്ടി റെയിൽവേ കൂടാതെ ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേക്ക് മാത്രമാണ് യുനെസ്കോ ഈ അംഗീകാരം നൽകിയിട്ടുള്ളത്. റാക്ക് റെയിൽവേ സിസ്റ്റം അഥവാ പൽചക്രങ്ങൾ കൊളുത്തിപ്പിടിച്ചുള്ള പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടിപ്പാതയാണ് നീലഗിരി മലയോര റെയിൽപാത. ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ ഈ തീവണ്ടി മണിക്കൂറിൽ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്ത് നിന്ന് 46 കിലോമീറ്റർ അകലെയുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്ക് ഈ തീവണ്ടി 4.5 മണിക്കൂർ സമയം കൊണ്ട് സഞ്ചരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളക്കാർക്കും പ്രായമായവർക്കുമുള്ള ഒരു വിശ്രമ കേന്ദ്രമായി വികസിപ്പിച്ചെടുത്ത ഒരു പട്ടണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഊട്ടി. ഉദകമണ്ഡലം എന്നാണ് ഊട്ടിയുടെ യഥാർത്ഥ പേര്. പണ്ട് കാട്ടുമനുഷ്യർ മാത്രം താമസിച്ചിരുന്ന, പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന വെറും കാട്ടുപ്രദേശങ്ങൾ മാത്രമായിരുന്നു ഊട്ടി പ്രദേശങ്ങൾ. അന്നത്തെ കോയമ്പത്തൂർ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന ജോൺ സള്ളിവൻ എന്ന സായിപ്പാണ് ഊട്ടിയെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തത്. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് സഞ്ചരിക്കാനായി ഊട്ടി നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു റെയിൽപാതയാണ് ഊട്ടി റെയിൽപാത. 1854 ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 1899 പുനരാരംഭിച്ചു. ഒടുവിൽ 1908 ഈ പാതയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. മദ്രാസ് ബ്രിട്ടീഷ് റെയിൽ കമ്പനിയാണ് ഈ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന കൽക്കരി എഞ്ചിനാണ് ആ കാലത്ത് എല്ലാ യാത്രകൾക്കും ഉപയോഗിച്ചിരുന്നത്. ഇന്നും കുറച്ചു ഭാഗം യാത്രകൾക്ക് സ്വിറ്റ്സർലൻഡിൽ നിർമ്മിക്കപ്പെട്ട ഈ കൽക്കരി എഞ്ചിനുകൾ ഉപയോഗിച്ചു വരുന്നു. ഈ എഞ്ചിനുകൾ ഒരു പ്രാവശ്യം പ്രവർത്തിക്കാൻ 8000 ലിറ്റർ വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിൻ രൂപമാറ്റങ്ങൾ വരുത്തി വെള്ളത്തിന് പകരം ഫർണസ് ഓയിൽ ഉപയോഗിച്ചാണ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത്. നീരാവി എഞ്ചിൻ കൂടാതെ ഡീസൽ എഞ്ചിനുകളും നിലവിൽ ഉപയോഗിച്ചു വരുന്നു. ഈ തീവണ്ടിയുടെ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള വീതി 1 മീറ്ററാണ്. അതുകൊണ്ട് ഈ പാതകൾ മീറ്റർ ഗേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ ബോഗികൾക്കും വീതി കുറവാണ്. മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ള പാത കുത്തനെയുള്ള അത്യന്തം ദുർഘടമായ കൊടും വനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാതയിലാണ് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാൻ റാക്ക് സിസ്റ്റം അഥവാ പൽചക്ര സാങ്കേതികത ഉപയോഗിക്കുന്നത്. പാളത്തിന് നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൽചക്രങ്ങളിൽ കൊളുത്തിപ്പിടിച്ചാണ് ഈ ട്രെയിൻ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറുന്നത്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ റാക്ക് റെയിൽ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടി നമ്മുടെ ഊട്ടി ട്രെയിൻ മാത്രമാണ്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള മൊത്തം 46 കിലോമീറ്റർ പാതയിൽ 250 പാലങ്ങളും 16 ടണലുകളും 208 വളവുകളും ഉൾപ്പെടുന്നതാണ്. ആധുനിക യന്ത്രങ്ങൾ ഇല്ലാതിരുന്ന ആ കാലത്ത് ദുർഘടമായ ഈ മലഞ്ചെരുവിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ നിർമ്മിച്ച ഈ നിർമ്മാണങ്ങൾ നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പൈതൃക പാതയായി സംരക്ഷിക്കുന്നത് മൂലം പഴയ രീതിയിലുള്ള ടിക്കറ്റ് സമ്പ്രദായവും ഈ ട്രെയിനിൽ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴി ഈ ട്രെയിൻ യാത്ര നമ്മൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. മേട്ടുപ്പാളയത്ത് നിന്നും കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പ്രത്യേകം ട്രെയിൻ സർവീസുകളുണ്ട്. മേട്ടുപ്പാളയത്ത് നിന്നുള്ള ട്രെയിൻ രാവിലെ 7:10 ആരംഭിച്ച് 12 മണിക്ക് ഊട്ടിയിൽ എത്തിച്ചേരുന്നു.
ഈ ട്രെയിൻ യാത്രയ്ക്ക് നിലവിൽ സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് 270 രൂപയും ഫസ്റ്റ് ക്ലാസ് യാത്രയ്ക്ക് 545 രൂപയുമാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. കൂനൂരിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ 7:45 ആരംഭിച്ച് 9 മണിക്ക് ഊട്ടിയിൽ എത്തിച്ചേരുന്നു. ഈ യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ചാർജ് 320 രൂപയും സെക്കൻഡ് ക്ലാസ് ചാർജ് 140 രൂപയുമാണ്. മേട്ടുപ്പാളയത്തു നിന്നുള്ള ട്രെയിനിന്റെ പാത വളരെ ദുർഘടം പിടിച്ചതായതിനാൽ മണ്ണിടിച്ചിലും മറ്റും മൂലം മിക്ക സമയങ്ങളിലും ക്യാൻസൽ ആവാറുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ചത് മേട്ടുപ്പാളയത്തേക്കല്ല, ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരു പ്രത്യേക ഒരു പാക്കേജ് ഉണ്ട്. ഒരു 9:45 മുതൽ 12 മണി വരെ. അത് കെറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വീണ്ടും ഊട്ടിയിലേക്ക് തിരിച്ചു വരും. എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഊട്ടി ചെന്നപ്പോൾ നമ്മുടെ ഒരു വയനാട്ടുകാരെ പരിചയപ്പെട്ടു. ഈ ഫാമിലിയാണ്. എന്തായാലും ഇവരെ കൂടെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തത്. എന്തായാലും ഇവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.